വാട്സാപ്പ് കൂട്ടായ്മയുടെ 9ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. കാപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അങ്കണത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച പരിപാടിയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. മക്കളെങ്കിലും ഇവിടെ വന്ന് കുഞ്ഞുങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു പുസ്തകം എടുത്ത് 2 ആഴ്ചയിൽ ഉണ്ടെങ്കിലും ആ പുസ്തകം ഒന്ന് അവരെ കൊണ്ട് വായിപ്പിച്ച് എന്നിട്ട് അവരോട് ആ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ വട്ടം കൂടിയിരുന്ന് വീട്ടിലിരുന്ന് വർത്തമാനം പറയുന്ന തരത്തിലേക്ക് കൂടി നമ്മുടെ ഭാഷയെ തിരിച്ചു കൊണ്ടുപോയി ഒരു പുതിയ കാപ്പിലെന്ന് കാപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അങ്കണത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച പരിപാടിയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാകായിക മത്സരം നടന്നു. രാവിലെ 9 മണിക്ക് കാപ്പിൽ വാട്സാപ്പ് കൂട്ടായ്മ പ്രസിഡന്റ് TV സാബു പതാക ഉയർത്തിയതോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് സിനിമാ ഗാന മത്സരം, വനിതകളുടെ കമ്പവലി, ഷോട്ട് പുട്ട്, 100 മീറ്റർ ഓട്ട മത്സരം എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ സജീവ് KK ഉദ്ഘാടനം ചെയ്തു. കാപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പ് പ്രസിഡന്റ് TV സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അൻസാർ വർണ്ണന മുഖ്യപ്രഭാഷണം നടത്തി. ഇടവ പഞ്ചായത്ത് കാപ്പിൽ 1ാം വാർഡ് മെമ്പർ പുത്തലിഭായി, 2ാം വാർഡ് മെമ്പർ ജെസ്സി, 3ാം വാർഡ് മെമ്പർ സജികുമാർ എന്നിവർ ആശംസ അറിയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി മൈക്രോബയോളജിയിൽ 1ാം റാങ്ക് ജേതാവ് സൂര്യ R, SSLC പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങിയ ഖദീജ നിയാസ്, ബ്ലോഗർ ഓഫ് ദി വില്ലേജ് യൂട്യൂബർ ദേവസ്മൃതി, SSLC പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിയ ശ്രീഹരി AR, LSS ടോപ്പ് സ്കോറർ ദേവനന്ദ RS എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടത്തി. റിപ്പോർട്ടർ ഇടവ വാർത്ത. സഹോദരൻ ശ്രീമാൻ സാബു അണ്ണൻ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അധ്യാപകൻ കൂടിയായ ശ്രീ സജീവ് KK സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ ഏറെ പ്രിയങ്കരനായ അൻസാർ വർണ്ണന അവർകൾ, ആശംസ അറിയിപ്പിക്കാനെത്തിയ ജ്യേഷ്ഠ സഹോദരനായ അഡ്വക്കേറ്റ് നിയാസ് സലാം, സഹപ്രവർത്തക മെമ്പർമാരായ 1ാം വാർഡ് മെമ്പർ ശ്രീമതി പുത്തലിബായി അവർകൾ, 2ാം വാർഡ് മെമ്പർ ശ്രീമതി ജെസ്സി അവർകൾ, ഏറെ പ്രിയമുള്ളവരെ, നമ്മുടെ കാപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള നമ്മുടെ സമ്മേളനത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞിരുന്നു. പ്രവാസികളാണ് നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാട്ടിലില്ലാത്തവർ അവരുടെ കുടുംബത്തെ വരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സജീഷ് ലി നമ്മുടെ അടുത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹം ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മക്കളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ അധ്യക്ഷൻ സാബു, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സജീവ് സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ അൻസാർ വർണ്ണന, ആശംസകൾ അർപ്പിച്ച നിയാസ് സലാം, എൻ്റെ സഹപ്രവർത്തകരായ 1ാം വാർഡ് മെമ്പർ പുത്തിലിഫായി, 3ാം വാർഡ് മെമ്പർ സജികുമാർ, മാത്രമല്ല ഇവിടെ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്ക്, നമ്മുടെ നല്ലവരായ നാട്ടുകാർക്കും എല്ലാവിധ ഓണാശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെ പറ്റി നല്ല രീതിയിൽ എല്ലാ നാട്ടുകാർക്കും അറിയാം. മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ് വേണ്ടുന്ന വിധത്തിൽ തക്ക സമയത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും, മാത്രമല്ല നമ്മുടെ കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ കാപ്പിൽ സാബു, വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാമായ ശ്രീ അജയൻ സാർ, വേദിയിലുള്ള ഉദ്ഘാടകൻ സജീവ് സാർ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് കൂടിയായ ശ്രീ അൻസാർ വർണ്ണന, ഏറെ പ്രിയങ്കരായ പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ പുത്തലിഭായി, ജെസ്സി, സജീവ് കുമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രതിഭകളെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. എൻ്റെ ബാല്യ കൗമാരങ്ങൾ ചെലവഴിച്ച സ്ഥലമാണ് ഈ കാപ്പിൽ.
അജയൻ സാറും സാബുവും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തീർച്ചയായും കാപ്പിൽ പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിൽ എൻ്റെ ബാല്യ കൗമാരങ്ങൾ ചെലവഴിച്ച ഈ നാട്ടിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ തീർച്ചയായും അത്യാഘാതപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ ഈ മുറ്റത്താണ് അഡ്വക്കേറ്റ് നിയാസ് എ സലാം, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീമതി ജെസ്സി, ശ്രീമതി സജികുമാർ, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുഞ്ഞുങ്ങളെ, കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ മെമ്പറായിട്ട് 5 വർഷമേ ആയുള്ളൂ. അതിനു മുന്നേ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഘടനയാണ്. 1-ാം വാർഡിലാണെന്ന് തോന്നുന്നു ഇത്രയും സംഘടനകളുള്ളതും. പിന്നെ കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് കവിയും ആയ അൻസാർ വർണ്ണന സാർ പറഞ്ഞതുപോലെ സക്കർബർഗ് പോലും ആദരിക്കുന്ന ലെവലിലേക്ക് കാപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പ് വളർന്നിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.